ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു? സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു? ഓക്കെ, സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു? സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു? സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു? അതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് പേജസ് ഓഫ് വാൻസ് ആണ്. നമുക്കിവിടെ പേജ് ഓഫ് വാൻസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഒരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ഒരു സെയിം സിറ്റുവേഷനിലാണ് ഈ ഒരു വ്യക്തി ഉള്ളതെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായിരിക്കുന്ന സമയത്ത് പോലും ഈ ഒരു വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. നിങ്ങൾ രണ്ടുപേരെയും യൂണിവേഴ്സായിട്ട് തന്നെ ഇവിടെ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ഏതൊരു ഒരു സോഴ്സിനും അല്ലെങ്കിൽ ഏതൊരു ശക്തിക്കും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. ഏതൊരവസരത്തിലും നിങ്ങൾ ഒരുമിച്ച് ചേരേണ്ട വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കും. ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും. ഇപ്പോൾ ഉള്ള ഈ ഒരു സാഹചര്യം മാറിപ്പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ യൂണിവേഴ്സൽ സൈൻസ് കാണുന്നുണ്ടാകാം. ഗോൾഡൻ കളറുള്ള ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ കളറിനോട് കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമായിരിക്കാം. അതുപോലെ തന്നെ 1111 എന്ന് പറയുന്ന നമ്പർ, 111 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടാവാം. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം സക്സസ് ആകുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു സമയം ഒരു ഡിവൈൻ ടൈമായിട്ട് തന്നെ കണക്കിലെടുത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഈ ഒരു നിമിഷത്തിൽ തന്നെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒത്തിരി പേര് ബട്ടർഫ്ലൈ സയൻസ് കാണുന്നുണ്ടാവാം. അതെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അവരെ അട്രാക്ട് ചെയ്യുക. അവരെ മനസ്സിൽ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അരികിൽ വന്നു ചേരും എന്നതിൻ്റെ ഒരു ക്ലാരിറ്റി റിപ്പീറ്റായിട്ട് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് എപ്പോഴും അവർ നിങ്ങളുടെ അരികിൽ തന്നെയാണ്. പിന്നെ സാഹചര്യങ്ങളായിരിക്കാം അവരെ ഒരു പിന്നിലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഈ ഒരു സെപ്പറേഷൻ ടൈമിലും വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത്. അവരൊരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈം കൂടിയാണിത് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതിനോടെല്ലാം ഈ വ്യക്തി ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വളരെയധികം തടഞ്ഞു നിർത്തുന്നു. ആ തടസ്സങ്ങളെ എല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് തന്നെ ഒരുപാട് തവണ അവർ വഴക്കിട്ടിട്ടുണ്ടാകാം. നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്ത് അവർ സെപ്പറേഷനിലായിട്ടുണ്ടാകാം. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം അത്രയും ഡീപ്പായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവർക്കത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടോ അവരുടെ ലൈഫിലെ ഒരു പ്രോബ്ലംസ് കൊണ്ടോ ഒക്കെ അവർ നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങൾക്കത് മനസ്സിലാക്കാതെ ഈ ഒരു സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇവരിങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാതെ ചിലപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോയിട്ടുമുണ്ടാകാം.
അപ്പോൾ പലരുടെയും സിറ്റുവേഷൻസ് ആണ്. തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുകയാണ്. നിങ്ങളെ നഷ്ടമായി പോയതിൽ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവരൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു ടൈമാണിത്. അവർക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യണമെന്ന് അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്നുണ്ട്. മേ ബി അവരുടെ ലൈഫിൽ അത്രയും ഒരു സ്ട്രഗിൾസ് ഉണ്ടായിരുന്ന സമയത്ത് അവരെടുത്തു പോയ ഒരു തെറ്റായ തീരുമാനം കൊണ്ട് ചിലപ്പോൾ സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഇപ്പൊ ആ വ്യക്തി ചിന്തിക്കുന്നത് ശരിക്കും തെറ്റായ തീരുമാനം താൻ എടുത്തു പോയി, നിങ്ങൾ അവര് കാരണം തന്നെയാണ് നിങ്ങൾ അവരെ വിട്ടിട്ട് പോയത്, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടമായി, നിങ്ങളുടെ പ്രണയം നഷ്ടമായി എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് അവരൊരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ആക്ഷൻ കാർഡാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവായിട്ട് എടുക്കുക. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് എടുക്കുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്ലാരിറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നൊരു ക്ലാരിറ്റി നോക്കാം. പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു. വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നൊരു ക്ലാരിറ്റിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. പേജ് ഓഫ് കപ്സ്, 3 of swords. വളരെയധികം വിഷമത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. ഇപ്പോഴും ഈ വ്യക്തി ഈ ഒരു നിമിഷത്തിലും അവര് നിങ്ങളിലേക്ക് തിരികെ വരാൻ ചിന്തിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രോബ്ലംസ് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കാസ്റ്റ് ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഒപ്പോസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ എങ്കിലും ഈ വ്യക്തി ഈ നിമിഷത്തിൽ പോലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരു ചേഞ്ചസ് ആഗ്രഹിക്കുകയും നിങ്ങളെക്കുറിച്ചുള്ള അമിതമായ ചിന്തകളിലാണ് ഈ വ്യക്തി ഉള്ളത്. നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓൾവേസ് ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരും എന്നിവിടെ നമുക്ക് വ്യക്തമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന നൈറ്റ് ഓഫ് വാൻസും അതുപോലെ നൈറ്റ് ഓഫ് പെന്റക്കിൾസും, ഇത് 2 കാർഡുകളും നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്ന് തന്നെയുള്ള ഒരു എനർജീസ് ആണ് നമുക്കിവിടെ കണ്ടിന്യൂസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. First procedure. You gave my life a sense of purpose and direction. നിങ്ങളാണ് അവരുടെ ലൈഫിന് ഒരു പർപ്പസും അതുപോലെ ഒരു ഡയറക്ഷനും ഒരു പാത്തും ഒക്കെ ചൂസ് ചെയ്ത് കൊടുത്ത ഒരാൾ നിങ്ങളാണ് എന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നു. അതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു മെസ്സേജ്. യു ഹാവ് ടോട്ട് മീ ദ ട്രൂ മീനിങ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ ശരിക്കുമുള്ള യഥാർത്ഥ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു വ്യക്തി നിങ്ങളാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ യു മേക്ക് മീ ഹാപ്പി വെൻ സ്കൈസ് ആർ ഗ്രേ. അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് നിങ്ങളാണ് അവരൊരു ഹാപ്പി ആയിട്ടുള്ള മനുഷ്യനാക്കി നിർത്താനായിട്ട് സഹായിച്ച ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ കാരണമാണ് അവർ ഹാപ്പി ആയി ഇരുന്നത് എന്നവർ പറയുകയാണ്. ഐ ക്യാൻ നെവർ ഫീൽ ബോർഡ് വെൻ വി ആർ ടുഗദർ. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളിലൊന്നും എനിക്ക് ഒരിക്കലും ഒരു ബോറായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഐ ലവ് ദ വേ യു സ്മൈൽ ആൻഡ് മേക്ക് മീ ഫീൽ ദാറ്റ് നത്തിങ് ക്യാൻ ഗോ റോങ്. നിങ്ങൾ ചിരിക്കുന്ന നിങ്ങളുടെ പുഞ്ചിരി അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നവർ ഈ ഒരു സമയത്ത് പറയുകയാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ എല്ലാം തെറ്റായ കാര്യങ്ങളിലും നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി ഒന്നും അവർക്ക് തെറ്റായിട്ട് സംഭവിക്കില്ല എന്നൊരു ഫീലിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അവർ റിലേഷൻഷിപ്പ് ഇൻസ്പയർഡ് ആസ് ടു ഗ്രോ ഇൻ ലൈഫ്. നമ്മുടെ റിലേഷൻഷിപ്പാണ് അവരെ ലൈഫിൽ മുന്നോട്ട്, നമ്മൾ രണ്ടുപേരെയും ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചത്, വളരാനായിട്ട് സഹായിച്ചതെന്ന് വ്യക്തി പറയുകയാണ്. യു ഡോണ്ട് ഫീൽ
ഫെൽ ടു കീപ് യുവർ പ്രോമിസസ്. ഓക്കെ, നിങ്ങളുടെ പ്രോമിസുകളൊന്നും ഒരിക്കലും നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാതിരുന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, യു ഹാവ് ബ്രോട്ട് മീ ക്ലോഷർ ടു ഗോഡ്. ദൈവത്തിലേക്ക് അവരെ അടുപ്പിച്ചത് നിങ്ങൾ ഒരാളാണ് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇത്ര മെസ്സേജസ് ആണ് നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് മോൾ ഓൺ റൈറ്റ് ചിക്സ്. റൈറ്റ് സൈഡിലെ കവിളിൽ മറുകുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 7 days. Physical fitness. Blue color. 1 weeks. Social worker. ലൈഫ് ചേഞ്ച്. ഓക്കെ, റീഡിങ്ങുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലൂസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് ചേഞ്ചസ്. 45. ഹിയറിംഗ് ഇഷ്യൂസ്. 2023. പെയിന്റിംഗ്. ലവബിൾ. വളരെ ലവബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 24. മെയ് മന്ത് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. November month. Tomorrow. 34. Number 10. 1998. Ego. Police. Photography. സ്പിരിച്വൽ പാത്ത്. ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. 1992 എന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ക്രിക്കറ്റ് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. 2002. 1976. Number 4. Reading. ഐസ്ക്രീം ലവർ. ഐസ്ക്രീം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. ലെറ്റർ Z. Number 23. 1983. 32. September month. 46. 28. 47. ഗെയിമിംഗ് ചാനലൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഗെയിമിംഗ് ഒക്കെ ഒത്തിരി കളിക്കാനായിട്ട് ഇഷ്ടമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. വളരെ കെയറിങ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 29. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് 29. ഓക്കെ, ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.